പഞ്ചാബിൽ 2024 ഫെബ്രുവരി 13 മുതൽ ശംഭു ഗനൌരി അതിർത്തികളിൽ കേന്ദ്രത്തിനെതിരെ കർഷക പ്രതിഷേധം തുടരുകയാണ്. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പു നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ പ്രതിഷേധിക്കുന്ന കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിളകൾക്ക് ചുരുങ്ങിയ താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ എന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കർഷകരുടെ പ്രക്ഷോഭം നടന്നത്. ഫെബ്രുവരി 14 ചണ്ഡീഗഡിലാണ് ചർച്ച നടക്കുന്നത്. അതേസമയം കർഷക നേതാവ് ജഗദീഷ് സിംഗ് ദല്ലേവാൾ വൈദ്യസഹായം സ്വീകരിക്കാൻ സമ്മതിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷമേ നിരാഹാര സമരം അവസാനിപ്പിക്കൂവെന്ന് ദല്ലേവാൾ പറഞ്ഞു. കേന്ദ്ര കൃഷി മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പ്രിയ രഞ്ജന്റെ നേതൃത്വത്തിലാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. മിനിമം താങ്ങുവില, കർഷകരുടെ കടം എഴുതിത്തള്ളുക, പെൻഷനുകൾ, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കരുത്, പോലീസ് കേസുകൾ പിൻവലിക്കുക, 2021 ലഖിംപൂർ ഖേരി അക്രമത്തിൽ ഇരകൾക്ക് നീതി എന്നിവ ആവശ്യപ്പെടുന്നുണ്ട്. ഡൽഹിയിലേക്കുള്ള മാർച്ച് സുരക്ഷാസേന തടഞ്ഞതിനെ തുടർന്ന് കർഷകർ ഗനൌരി അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ചർച്ചയ്ക്ക് തുടക്കമിടണമെന്ന് കർഷക നേതാക്കൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പഞ്ചാബ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ദല്ലേവാളിനോട് നിരാഹാരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. കൂടാതെ നിരാഹാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വൈദ്യസഹായം സ്വീകരിക്കാൻ കോടതി അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കേന്ദ്രം കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറായത്. ഇതിനുശേഷമാണ് കർഷക നേതാവ് ദല്ലേവാൾ വൈദ്യസഹായം സ്വീകരിക്കാൻ സമ്മതിച്ചത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.